ഹലോ. അപ്പോൾ ഇന്നെന്താ ചെമ്പരത്തിപ്പൂവൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. ഞാൻ ഒരു അടിപൊളി മരുന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചെമ്പരത്തിപ്പൂ കൊണ്ട് വന്നത് കേട്ടോ. നമ്മളെ വെയിൽ സൈഡിലും വഴി സൈഡിലൊക്കെ കാണുന്ന 5 ഇതിലുള്ള ഈ ചെമ്പരത്തി ഇല്ലേ, ഇതൊരു അപൂർവ പച്ചമരുന്നാണ്. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് മരുന്നുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ലൊരു മരുന്ന് പറഞ്ഞു തരാൻ കൂടിയാണ് കേട്ടോ ഞാനിന്ന് വന്നത്. ഈ 5 ഇതിലുള്ള ചെമ്പരത്തി ഇല്ലേ, ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും മാറില്ല എന്ന് കരുതുന്ന ഒരു വലിയൊരു അസുഖം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നിസ്സാര ദിവസം കൊണ്ട്, നിസ്സാര സമയം കൊണ്ടും നമുക്കിത് മാറ്റിയെടുക്കാം. നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിയുരുക്കം, വെള്ളപോക്കില്ലേ, വൈറ്റ് ഡിസ്ചാർജ്, അത് നമുക്ക് വെറും 10 ദിവസം കൊണ്ട് നമുക്കിതുകൊണ്ട് മാറ്റിയെടുക്കാം. മരുന്ന് കഴിച്ച ഫസ്റ്റ് ദിവസം തന്നെ നമുക്കിതിൻ്റെ മാറ്റം തിരിച്ചറിയാം. അതിനുവേണ്ടി രാവിലെ സൂര്യൻ ഉദിച്ച പാടെ നമ്മൾ പോയിട്ട് 5 ഇതിലുള്ള 5 ചെമ്പരത്തിപ്പൂ പറിച്ചിട്ട് വരണം. ഇത്രയും വലിയൊരു വിലപ്പെട്ട അറിവ് എനിക്ക് പറഞ്ഞു തന്ന ആ വലിയ വ്യക്തിനെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഈ അറിവ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരികയാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും 100% സത്യം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഇത് ഉപയോഗിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് വെറുതെ ആയിപ്പോകും കേട്ടോ. ഈ ചെമ്പരത്തിപ്പൂവ് ഒരു കല്ലിലിട്ടിട്ട് നല്ല വെയിറ്റിൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നന്നായി ചതച്ച് പൾപ്പാക്കിയതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ തേൻ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ ഒരാഴ്ച അല്ല 10 ദിവസം നിങ്ങൾ കഴിക്കുക. നിങ്ങളെ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞ അസുഖം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കേട്ടോ. എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലത്തെ നല്ല അറിവുകൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും കേട്ടോ. പക്ഷെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അതാണ് സത്യം. ഈ മരുന്ന് അറിയുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് അസുഖം മാറിയവരുണ്ടെങ്കിലോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വയനാടിൻ്റെ നല്ല നാട്ടറിവ് അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം നിങ്ങൾക്കും എനിക്കും കിട്ടുന്നൊരു പ്രാർത്ഥനയില്ലേ, അത് മാത്രം മതി നമുക്ക്.